നമുക്കുണ്ടാവുന്ന സ്ട്രെസ്സ് നമ്മളുടെ ഗട്ട് ഹെൽത്തിനെ എങ്ങനെയൊക്കെ സ്വാധീനിക്കുന്നുണ്ട്, ബാധിക്കുന്നുണ്ട്? 100% ഗട്ട് ഹെൽത്തും സ്ട്രെസ്സും തമ്മിൽ കണക്റ്റഡ് ആണ്. കാരണം സ്ട്രെസ് ഹോർമോൺസ് എന്നുള്ളത് നമ്മളുടെ ഡൈജഷൻ സ്ലോ ഡൗൺ ചെയ്യുന്ന ഒരു കാര്യമാണ്. ഒന്നാമത്തെ കാര്യം അതാണ്. അത് തന്നെയല്ല, അതാണ് ഈ ഗട്ട് ബ്രെയിൻ ആക്സിസ് എന്നൊക്കെ നമ്മൾ പറയുന്നത്. നമ്മുടെ ഗട്ട് പ്രോപ്പർ ആവുമ്പോഴാണ് നമ്മുടെ മൈൻഡ് പ്രോപ്പർ ആവുന്നത്. എപ്പോഴാണ് നമ്മുടെ ഗട്ട് വീക്ക് ആവുന്നത്, ആ സമയത്ത് നമുക്ക് പല പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ നന്നായി സ്ട്രെസ് ഉള്ളവരോട് നിങ്ങൾ ചോദിച്ചാൽ അവർക്ക് ഈ പറഞ്ഞ 4-5 കാര്യങ്ങൾ. ഒന്ന്, അവർക്ക് കോൺസ്റ്റിപ്പേഷൻ വളരെ കോമൺ ആയിരിക്കും. ഈ നന്നായി സ്ട്രെസ് ഉള്ളവർ, ആൻസൈറ്റി ഉള്ളവരോട് നിങ്ങൾ ചോദിക്കുമ്പോൾ. അതല്ല എന്നുണ്ടെങ്കിൽ അവർക്ക് ബ്ലോട്ടിംഗ് ഉണ്ടാവും, ഓക്കെ, അല്ലെങ്കിൽ അവർക്ക് അസിഡിറ്റി ഇഷ്യൂ ഉണ്ടാവും, അല്ലെങ്കിൽ അവർക്ക് നന്നായിട്ട് നെഞ്ചിരിയിലുണ്ടാകും. ഇത് 4 അല്ലെങ്കിൽ അവർക്കുണ്ടാകുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് വായുനാറ്റം. ഈ 5 ഇഷ്യൂസ് നമ്മൾക്ക് സ്ട്രെസ് ഉള്ളവർക്ക് വളരെ കോമൺ ആയിട്ട് കാണാൻ സാധിക്കുന്ന ഒന്നാണ്. അതിൻ്റെ അർത്ഥം ഇത് 5ഉം ഗട്ടുമായിട്ട് കണക്റ്റഡ് ആണ് എന്നുള്ളതാണ്. ഈ 5 ഇഷ്യൂസും പരിഹരിക്കേണ്ടത് ഗട്ടിലാണ്. അതുകൊണ്ട് സ്ട്രെസ്സും ഗട്ടും കണക്റ്റഡ് ആണ്. എപ്പോഴാണോ നിങ്ങൾ സ്ട്രെസ്ഡ് ആകുന്നത്, ആ സമയത്ത് നിങ്ങൾ ഈ പറഞ്ഞ 5 സിംറ്റംസ് നിങ്ങൾ കാണാൻ പറ്റും. എപ്പോഴാണോ നിങ്ങൾ സ്ട്രെസ്ഡ് ആകുന്ന, ആ സമയത്ത് നമ്മളുടെ ഗട്ടിലെ ഡൈജഷൻ സ്ലോ ഡൗൺ ആവുകയും ചെയ്യും. അതുകൊണ്ട് ഗട്ട് ഹെൽത്ത് എന്നുള്ളത് സ്ട്രെസ്സിനെ മാനേജ് ചെയ്യുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്ന ഒന്നാണ്.